ഈ വാഴയിലയൊക്കെ വാട്ടിയത് എങ്ങോട്ടാന്ന് ആലോചിക്കുന്നുണ്ടോ? നല്ല ചൂട് പൊറോട്ട നമ്മുടെ കണ്ണേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് കളറാക്കി എടുത്തേക്കാന്ന്. അതിന് വേണ്ടിയിട്ടാണ് വാഴയിലയൊക്കെ വാട്ടി ഇറങ്ങിയേക്കുന്നത്. അപ്പൊ ദേ നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയുടെ മുകളിലേക്ക് നമ്മൾ ചൂട് പൊറോട്ട ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ കറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത പൊറോട്ട വെച്ച് കൊടുക്കണം. ആ പൊറോട്ടയുടെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ കറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ചിക്കൻ കറി ഇന്നലത്തേതാണ്, ചൂടാക്കി എടുത്തതാ, ആരോടും പറയണ്ട, രഹസ്യമായിട്ടിരുന്നോട്ടെ. അപ്പൊ ദേ നമ്മൾ ഈ ചിക്കന്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി ബട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ബട്ടർ ഇരുന്നിട്ട് ഇച്ചിരി ടേസ്റ്റ് കൂടിയാ കൂടിക്കോട്ടെന്നേ. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് അടുത്ത പൊറോട്ട വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ചിക്കൻ കറിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതിലേക്കും കുറച്ചും കൂടെ ഒരു തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു കിഴിയായിട്ട് കെട്ടിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് സംഭവം നമ്മൾ കിഴി കെട്ടാനായിട്ട് പോവാട്ടോ. അപ്പോൾ ദേ നമ്മുടെ വാഴയില പതുക്കെ ഒന്ന് മടക്കിയെടുത്ത് ചുറ്റുപുറം ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മുടെ വാഴയുടെ തന്നെ ചെറിയൊരു നാര് വെച്ച് നമുക്ക് അതിനെ ഒന്ന് ചുറ്റിക്കെട്ടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ സമയത്തേ നമ്മളൊരു അപ്പച്ചെമ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ആവിയിൽ വെച്ച് ചൂടാക്കി എടുക്കണം. അപ്പോൾ ദേ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന പൊറോട്ടയുടെയും ചിക്കൻ കറിയുടെയും കിഴി നേരെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിനിപ്പോൾ കിഴിപ്പൊറോട്ട എന്ന് വിളിക്കണോ അതോ പാൽ പൊറോട്ട എന്ന് വിളിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്ത് വേണേലും വിളിക്കാം. അപ്പോൾ ദേ നമ്മളിതിനെ ആവി കയറ്റി എടുക്കാൻ പോവാണേ. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പോലെ ആവി കയറി വന്നിട്ടുണ്ട്. കൈ പൊള്ളാതിരിക്കാൻ ഞാൻ തവിയൊക്കെ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനൊന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ ദേ നമ്മുടെ പൊറോട്ടയുടെ കെട്ടൊക്കെ അഴിച്ച് നമ്മൾ സംഭവം ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് പോവാട്ടോ. സംഭവം തുറക്കുമ്പോൾ തന്നെ കണ്ടോ ആവിയൊക്കെ വരുന്നേ, നല്ല ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. കാണുമ്പം ഒരു കുറച്ച് കഴിക്കാൻ കൂടണം തോന്നുന്നുണ്ടോ? എന്തായാലും ഞാൻ കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, കണ്ട് കൊതിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.